നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 സുവോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 3 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ആ ഭാഗങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ വ്യത്യസ്ത തരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അവയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണുകളും അതിന്റെ ഫംഗ്ഷൻസും ഒക്കെയാണ് പഠിക്കുന്നത് അല്ലേ. നമ്മൾ ഇന്ന് ആദ്യം പറയാൻ പോകുന്നത് ടെസ്റ്റിസിനെയും അതുപോലെ തന്നെ ഓവറിയും കുറിച്ചാണ്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ ഓവറി എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ടെസ്റ്റിസിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്, ഓവറിയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഓവറി നമ്മൾ ഇത് ടെസ്റ്റിസ് കഴിഞ്ഞ് നമ്മൾ ഓവറിയെ കുറിച്ച് പറയും. ഓവറി എന്ന് പറയുന്നത് ഒരു പെയർ കാണപ്പെടുന്നുണ്ട്. ഇത് യൂട്രസ് ആണ്. യൂട്രസിന് രണ്ട് സൈഡിലുമായിട്ടാണ് ഓരോ ഓവറി വീതം അബ്ഡോമനിൽ ലോവർ അബ്ഡോമിനൽ റീജിയനിലായിട്ട് കാണപ്പെടുന്നു. എന്നാൽ ടെസ്റ്റിസ് എന്ന് പറയുന്നത് അബ്ഡോമിന് പുറത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവ സ്ക്രോട്ടൽ സാക്ക് എന്ന് പറയുന്ന പ്രത്യേകതരം സാക്കുകൾക്ക് അകത്താണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ സ്ക്രോട്ടൽ സാക്കിനകത്ത് ഒരു പെയർ ടെസ്റ്റിസ് കാണപ്പെടുന്നുണ്ട് മെയിൽസില്. ഇവയാണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. മെയിൽസിന്റെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ഈ ഒരു പ്രൈമറി സെക്സ് ഓർഗൻ എന്നതിന് പുറമെ ഇവ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസും അതുപോലെ തന്നെ അവയ്ക്കിടയിലായിട്ട് കാണപ്പെടുന്ന ഇന്റർസ്റ്റീഷ്യൽ ടിഷ്യൂവും കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഇയർ പഠിക്കും. അപ്പോൾ ഇവിടെ ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രോമൽ ടിഷ്യൂ അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ ടിഷ്യൂ കാണുന്നുണ്ട് ഇവയ്ക്ക് ഇടയ്ക്ക്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളുകൾക്ക് ഇടയ്ക്കായിട്ട് കാണപ്പെടുന്ന ലേഡിക് സെൽസ് ഉണ്ട്. ഈ ലേഡിക് സെൽസ് ആണ് ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവ ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ആൻഡ്രോജൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഹോർമോണുകളെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആൻഡ്രോജൻസ് എന്നാണ് വിളിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവയെ നമ്മൾ ആൻഡ്രോജൻസ് എന്ന് വിളിക്കുന്നു. ആൻഡ്രോജൻസിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റിസിൽ നിന്നും സെക്രേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആൻഡ്രോജൻസിലെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ആൻഡ്രോജൻസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൽ അക്സസറി സെക്സ് ഓർഗൻസ്, അതായത് ടെസ്റ്റിസ് കൂടാതെ ടെസ്റ്റിസുമായും ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന സെക്സ് ഓർഗൻസ് ഉണ്ട്. ഇപ്പൊ എപ്പിഡൈഡിമിസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, യുറേത്ര, ഇങ്ങനെ മെയിൽ അക്സസറി സെക്സ് ഓർഗൻസിന്റെ മെച്ചുറേഷനും ഡെവലപ്മെന്റിനും ഫംഗ്ഷനിങ്ങിനും ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്? ഈ ആൻഡ്രോജൻസ് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ടെസ്റ്റിസിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും ഒക്കെ +2 ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓരോ ഭാഗങ്ങളും കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും. നമ്മൾ ഈ ചാപ്റ്ററിൽ അതിന്റെ എൻഡോക്രൈൻ ഫംഗ്ഷൻ ആണല്ലോ മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഈ ആൻഡ്രോജൻസ് മസ്കുലർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ ഗ്രോത്തിനെയും ആക്സിലറി ഹെയറിന്റെ വളർച്ചയ്ക്കും. ആക്സിലറി ഹെയർ എന്ന് പറയുന്നത് കക്ഷത്ത് കാണപ്പെടുന്ന ഹെയർ ആണ്. ഫേഷ്യൽ ഹെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, മീശയും താടിയും ഒക്കെ. അപ്പോൾ ആ ഭാഗത്തൊക്കെയുള്ള ഹെയറിന്റെ വളർച്ചയ്ക്കും ആര് കാരണമാണ്? ഈ ഹോർമോൺസ് കാരണമാണ്. പിന്നെ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യില്ലേ, ആ അഗ്രസീവ്നെസ്സിനൊക്കെ ഈ ഹോർമോൺസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ്, ലോ പിച്ച് ഓഫ് വോയിസ് ആണ് മെയിൽസിൽ, ലോ പിച്ച് വോയിസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഫീമെയിൽസിന്റെ വോയിസും മെയിൽസിന്റെ വോയിസും വ്യത്യാസമുണ്ട് അല്ലെ. ലോ പിച്ച് വോയിസ് ആണ് മെയിൽസിലെ, ഫീമെയിൽസിലാണെങ്കിൽ ഹൈ പിച്ച് വോയിസ് ആണ്. അപ്പൊ അതിന് കാരണം, ഈ ലോ പിച്ച് ഓഫ് വോയിസിന് കാരണം ഈ ഹോർമോൺസ് ആണ്. പിന്നെ സ്പെർമാറ്റോജെനസിസിലും ഇത് പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സ്പെർമാറ്റോജെനസിസിനെ. സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെർമാറ്റോസോവ, സ്പേം ഇല്ലേ, ബീജമില്ലേ പുരുഷന്മാരില്, ഈ സ്പേമിന്റെ പ്രൊഡക്ഷനെയാണ് നമ്മൾ, ആ ഫോർമേഷനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിലും ആൻഡ്രോജൻസ് പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഈ ആൻഡ്രോജൻസ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പോയിട്ട് ആക്ട് ചെയ്യുകയും മെയിൽ സെക്ഷൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മെയിൽ സെക്ഷൽ ബിഹേവിയർ നമ്മൾ ലിബിഡോ എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൽ സെക്ഷൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നതും ഈ ആൻഡ്രോജൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവയ്ക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സെക്ഷൽ ബിഹേവിയറും അല്ലെങ്കിൽ സെക്സ് ഓർഗൻസുമായി ബന്ധപ്പെട്ട് വരുന്നതല്ലാത്ത ഫംഗ്ഷൻ കൂടിയുണ്ട്.
ഇവ പ്രോട്ടീൻസിലെ ആനബോളിക് എഫക്റ്റ് കാണിക്കുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നുണ്ട്. ആനബോളിക് എഫക്റ്റ് അല്ലെങ്കിൽ സിന്തറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട് എന്നാണ് അല്ലെ. പിന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലും ഇവ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആൻഡ്രോജൻസിന്റെ ഫംഗ്ഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന്, മെയിൽ അക്സസറി സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള എപ്പിഡൈഡിമിസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾസ് പോലെയുള്ളവയുടെയൊക്കെ വളർച്ചയ്ക്കും മെച്ചുറേഷനും ഫംഗ്ഷനിങ്ങിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, ആക്സിലറി ഹെയർ ഗ്രോത്ത്, മസ്കുലർ ഗ്രോത്ത്, അഗ്രസീവ്നെസ്, ലോ പിച്ച് വോയിസ്, ഇതിനെല്ലാം കാരണം ആരാണ്? ഇവയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഹോർമോൺസ് ആണ്. അപ്പൊ ഈ ഹോർമോണിന്റെ അളവിലുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് ഇതിലൊക്കെ ചേഞ്ച് ഉണ്ടാവാൻ കാരണം. പിന്നെ സ്പെർമാറ്റോജെൻസിസിനും ഇവ പ്രധാനമായിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നുണ്ട്. സ്റ്റിമുലേറ്ററി റോൾ ആണ്. അതായത് ഈ സ്പെർമാറ്റോജെൻസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രവർത്തനം കൂട്ടുന്നുണ്ട്. സ്പെർമാറ്റോജെൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെർമാറ്റോസോവയുടെ ഫോർമേഷൻ ആണ് അല്ലെ. സ്പെർമിന്റെ ഫോർമേഷൻ ആണ് നമ്മൾ സ്പെർമാറ്റോജെൻസിസ് എന്ന് പറയുന്നത്. പിന്നെ മെയിൽ സെക്ഷൽ ബിഹേവിയറിനെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ടാണ് മെയിൽ സെക്ഷൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ പ്രോട്ടീന്റെ സിന്തസിസിന് ഇവ ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനും സഹായിക്കുന്നുണ്ട്. നമ്മളിപ്പോ മെയിൽസിലുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലെ. ഫീമെയിൽസിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? ഓവറി ആണ്. അബ്ഡോമിനൽ ആയിട്ടാണ് ഈ കാണപ്പെടുന്നത്, ലോവർ അബ്ഡോമൻ റീജിയനിലായിട്ടാണ് കാണപ്പെടുന്നത്. യൂട്രസിന് ഇരുവശത്തുമായിട്ടാണ് ഓവറീസ് കാണപ്പെടുന്നത്. ഒരു പെയർ ഓവറിയാണ് ഇവിടെയുള്ളത്. ഫീമെയിൽസിലെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ഓവറി. ഓവറിയിൽ നിന്നാണ് ഓവം ഉണ്ടാവുന്നത്. ഓവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ഡം അല്ലെ. ഓവം ഉണ്ടാവുന്നത് ഈ ഓവറിയിൽ നിന്നാണ്. അപ്പോൾ ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും ഓരോ ഓവം വീതം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നതിന് പുറമെ അവിടെ രണ്ട് തരത്തിലുള്ള സ്റ്റിറോയിഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്, ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. ഇവിടെ ഓവറി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒവേറിയൻ ഫോളിക്കിൾസ് കാണുന്നുണ്ട്. ഈ ഒവേറിയൻ ഫോളിക്കിൾസിന് മെച്ചുറേഷൻ നടക്കുന്നുണ്ട്. മെച്ചുർ ചെയ്തിട്ടാണ് ഓവം ഉണ്ടാവുന്നത്. ഈ ഒവേറിയൻ ഫോളിക്കിൾസും അവയ്ക്കിടയിലായിട്ട് കാണപ്പെടുന്ന സ്ട്രോമൽ ടിഷ്യൂ ആണ് ഓവറിയിൽ കാണപ്പെടുന്നത്. ഈ ഒവേറിയൻ ഫോളിക്കിൾസ് ആണ് ഈസ്ട്രോജനെ സിന്തസൈസ് ചെയ്യുന്നത്. ഈസ്ട്രോജൻ സിന്തസൈസ് ചെയ്യുന്ന ആരാണ്? ഒവേറിയൻ ഫോളിക്കിൾസ് ആണ്. എന്നാൽ പ്രൊജസ്ട്രോൺ ആരാണ് സിന്തസൈസ് ചെയ്യുന്നത് അറിയുമോ? ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ, ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോളിക്കിൾ ഇല്ലേ, ഈ ഒവേറിയൻ ഫോളിക്കിൾ മെച്ചുർ ആവുന്നുണ്ട്. എന്നിട്ട് അവ പൊട്ടി, ആ ഫോളിക്കിൾസ് പൊട്ടി അവിടെ നിന്നാണ് ഓവം റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ഫോളിക്കിൾ പൊട്ടി ഓവം വന്നു കഴിയുമ്പോൾ ബാക്കിയാവുന്ന ആ ഫോളിക്കിൾ ഇല്ലേ, ആ റപ്ചേർഡ് ഫോളിക്കിൾ, ഈ റപ്ചേർഡ് ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം എന്നൊരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. ഓവുലേഷൻ നടന്നു കഴിഞ്ഞ്, അതായത് ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞ് പൊട്ടിയിട്ടുള്ള ഫോളിക്കിള് കോർപ്പസ് ലൂട്ടിയം എന്നൊരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം ആണ് പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോ ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഒവേറിയൻ ഫോളിക്കിൾ ആണ്. എന്നാൽ കോർപ്പസ് ലൂട്ടിയം ആണ് പ്രൊജസ്റ്ററോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് റപ്ചേർഡ് ഫോളിക്കിൾ ഈ കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്റ്ററോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഒവേറിയൻ ഫോളിക്കിൾസ് ഈസ്ട്രോജനെയും സെക്രീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈസ്ട്രോജന്റെ ഫംഗ്ഷൻ ആണ് ആദ്യം പറയുന്നത്. ഈസ്ട്രോജന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി സെക്സ് ഓർഗന്റെ വളർച്ചയും ആക്ടിവിറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒവേറിയൻ ഫോളിക്കിൾസിന്റെ വളർച്ചയ്ക്കും ഇവ ആവശ്യമാണ്. പിന്നെ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ്, അതായത് സെക്ഷലി മെച്ചുർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അല്ലെ. മാമറി ഗ്ലാൻഡിന്റെ വളർച്ച, അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് മാറുന്നു. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സിനൊക്കെ കാരണം ആരാണ്? ഈ ഈസ്ട്രോജൻസ് ആണ്. അതുപോലെ തന്നെ മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റിനും ഇവ ആവശ്യമാണ്. പിന്നെ ഫീമെയിൽ സെക്ഷൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? ഈസ്ട്രോജൻസ് ആണ്. അപ്പൊ ഈസ്ട്രോജൻസിന്റെ ഫങ്ഷൻസ് ഒരിക്കൽ കൂടി പറയാം. അക്സസറി അല്ലെങ്കിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസിന്റെ വളർച്ചയ്ക്കും മെച്ചുറേഷനും ആക്ടിവിറ്റിക്കും ഒക്കെ ഇവ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒവേറിയൻ ഫോളിക്കിൾസിന്റെ വളർച്ചയ്ക്ക്, പിന്നെ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സിന്റെ അപ്പിയറൻസ് ഇവ കാരണമാണ് ഉണ്ടാവുന്നത്.
അതുപോലെ തന്നെ മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റിനും ആവശ്യമാണ്? ഈസ്ട്രോജൻസ് ആവശ്യമാണ്. ഇനി പ്രൊജസ്ട്രോൺസിന്റെ ഫംഗ്ഷൻ നോക്കാം. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. പ്രൊജസ്ട്രോൺ പ്രഗ്നൻസി നമുക്ക് അത് രണ്ടും ലിങ്ക് ചെയ്ത് പറയാവുന്നതാണ് അല്ലെ. പ്രൊജസ്ട്രോൺ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഇവ മാമറി ഗ്ലാൻഡിലും ആക്ട് ചെയ്യുന്നുണ്ട്. മാമറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്ത് ആൽവിയോളൈന്റെ ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആൽവിയോളൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറകളാണ്, സാക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. മാമറി ഗ്ലാൻഡിൽ കാണപ്പെടുന്ന സാക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ആൽവിയോളൈ എന്ന് പറയുന്നത്. ഈ ആൽവിയോളൈന്റെ ഫോർമേഷന് ആര് സഹായിക്കുന്നുണ്ട്? പ്രൊജസ്ട്രോൺ സഹായിക്കുന്നുണ്ട്. ഈ ആൽവിയോളൈയിലാണ് മിൽക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആൽവിയോളൈന്റെ ഫോർമേഷനെ ഇവ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മിൽക്ക് സെക്രീഷനെയും ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈസ്ട്രോജന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? സെക്കൻഡറി സെക്സ് ഓർഗൻസിന്റെ വളർച്ചയ്ക്ക് കാരണമാവുന്നു, ഒവേറിയൻ ഫോളിക്കിൾസിന്റെ വളർച്ച, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സിന്റെ അപ്പിയറൻസിന് കാരണമാവുന്നുണ്ട്, പിന്നെ മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഫീമെയിൽ സെക്ഷൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നതും ഈ ഈസ്ട്രോജൻസ് ആണ്. ഇനി പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. ഇവ മാമറി ഗ്ലാൻഡിലും ആക്ട് ചെയ്യുന്നുണ്ട്. മാമറി ഗ്ലാൻഡിൽ ഇവ എന്തൊക്കെ സഹായിക്കുന്നത്? മിൽക്കിന്റെ സെക്രീഷനും സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആൽവിയോളയുടെ ഫോർമേഷനും സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ഇത് കൂടാതെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ അല്ലാതെ നമ്മുടെ ശരീരത്തിലെ മറ്റു ചില ഭാഗങ്ങളും ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ കുറിച്ചാണ്. ഇത് ആരാ സെക്രീറ്റ് ചെയ്യുന്നത് അറിയുമോ? നമ്മുടെ ഹാർട്ടിലെ മുകളിലെ അറയായിട്ടുള്ള ഏട്രിയത്തിന്റെ വാളിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോണുകളാണ് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇവ എന്തിനാ സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനാണ് സഹായിക്കുന്നത്. നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ കൂടുകയാണ് എന്ന് വിചാരിക്കുക. ഇങ്ങനെ കൂടുന്ന സമയത്ത് ഈ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ബ്ലഡ് വെസലുകളെ ഡയലേറ്റ് ചെയ്യുന്നു, അതായത് ബ്ലഡ് വെസലുകളെ വികസിപ്പിക്കുന്നു. അപ്പോൾ ബ്ലഡ് പ്രഷർ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ ഈ ANF സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഇവ എന്നിട്ട് ബ്ലഡ് വെസൽസിന്റെ ഡയലേഷന് കാരണമാവുന്നു, അതായത് ബ്ലഡ് വെസൽസ് വികസിക്കാൻ കാരണമാവുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് പ്രഷർ കുറയുന്നു. അപ്പോ ഹാർട്ടിന്റെ ഏട്രിയൽ വാള് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളാണ്, പെപ്റ്റൈഡ് ഹോർമോണുകളാണ് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇവ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ കുറയ്ക്കാനാണ് സഹായിക്കുന്നത്. ഇനി കിഡ്നിയിലെ ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കിഡ്നി എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല അല്ലെ, എന്നാലും അവിടെ കാണപ്പെടുന്ന ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഈ ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താ നോക്കൂ. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് എറിത്രോപോയസിസ്. എറിത്രോപോയസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBC റെഡ് ബ്ലഡ് സെല്ലുകളില്ലേ, എറിത്രോസൈറ്റ്സിന്റെ ഫോർമേഷനെയാണ് നമ്മൾ എറിത്രോപോയസിസ് എന്ന് പറയുന്നത്. അപ്പോ എറിത്രോപോയസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആര് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? കിഡ്നിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റില് എൻഡോക്രൈൻ സെൽസ് കാണപ്പെടുന്നുണ്ട്. ഡിഫറെന്റ് പാർട്സിൽ എൻഡോക്രൈൻ സെൽസ് കാണുന്നുണ്ട്. ഈ എൻഡോക്രൈൻ സെൽസ് 4 തരത്തിലുള്ള പെപ്റ്റൈഡ് ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്ന് ഗാസ്ട്രിൻ, ദെൻ സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനിൻ, ഗാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഈ 4 പെപ്റ്റൈഡ് ഹോർമോണുകളെയാണ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ കാണപ്പെടുന്ന എൻഡോക്രൈൻ സെല്ലുകൾ, ഡിഫറെന്റ് പാർട്സിലായി കാണപ്പെടുന്ന എൻഡോക്രൈൻ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിലെ ഗാസ്ട്രിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കൂ. ഇവ ഗാസ്ട്രിക് ഗ്ലാൻഡുകളിലാണ് പോയി ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് അല്ലെ. ഈ പെപ്സിനോജിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ഗാസ്ട്രിൻ ചെയ്യുന്നത്. ഇനി സെക്രീറ്റിൻ എന്താ ചെയ്യുന്നത്? സെക്രീറ്റിൻ
എക്സോക്രൈൻ പാൻക്രിയാസിൽ പോയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പാൻക്രിയാസിന്റെ എക്സോക്രൈൻ പാർട്ടിലാണ് പോയി ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് വാട്ടറിന്റെയും ബൈകാർബണേറ്റ് അയോൺസിന്റെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. വാട്ടറിന്റെയും ബൈകാർബണേറ്റ് അയോൺസിന്റെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് സെക്രീറ്റിൻ ചെയ്യുന്നത്. ഇനി കോളിസിസ്റ്റോകൈനിൻ എന്താ ചെയ്യുന്നത്? പാൻക്രിയാസിലും ഗാൾ ബ്ലാഡറിലും പോയി ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പാൻക്രിയാസിൽ നിന്നും പാൻക്രിയാറ്റിക് എൻസൈമുകളുടെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറിൽ കാണപ്പെടുന്ന ബൈൽ ജ്യൂസിന്റെ സെക്രീഷനെയും ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. കോളിസിസ്റ്റോകൈനിൻ അത് പാൻക്രിയാസിലും ഗോൾ ബ്ലാഡറിലും പോയി ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പാൻക്രിയാറ്റിക് എൻസൈമുകളുടെയും ബൈൽ ജ്യൂസിന്റെയും ഒക്കെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇനി ഗാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഈ ഗാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്താ ചെയ്യുന്നത്? ഗാസ്ട്രിക് സെക്രീഷനെയും മോട്ടിലിറ്റിയും ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും കൂടാതെ, അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ കിഡ്നിയിലെയും ഹാർട്ടിലെയും ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലെയും ഒക്കെ പ്രത്യേക സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ അല്ലാതെ നമ്മളുടെ ശരീരത്തിലെ വിവിധ നോൺ എൻഡോക്രൈൻ ടിഷ്യൂസിൽ നിന്നും ഗ്രോത്ത് ഫാക്ടേഴ്സും സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഹോർമോൺസ് നമ്മളുടെ സാധാരണ ഗ്രോത്തിനും അതുപോലെ തന്നെ ടിഷ്യൂസ് ഒക്കെ കേടാവുന്ന സമയത്ത് റിപ്പയർ ചെയ്യപ്പെടാനും റീജനറേറ്റ് ചെയ്യപ്പെടാനും ഒക്കെ ആവശ്യമാണ്. അപ്പൊ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് നോർമൽ ഗ്രോത്തിനും അതുപോലെ തന്നെ ടിഷ്യൂസിന്റെ റിപ്പയറിങ്ങിനും റീജനറേഷനും ഒക്കെയാണ് സഹായിക്കുന്നത്. നമ്മളിപ്പോ വ്യത്യസ്ത തരം ഹോർമോണുകളെ കുറിച്ച് പഠിച്ചു അല്ലെ? ഇതിൽ ഓരോ ഹോർമോണിനും വ്യത്യസ്ത തരം ഫങ്ഷൻസ് ആണുള്ളത്. ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ മാത്രം ചെയ്യുന്ന ഹോർമോൺ ആവാം. അപ്പോൾ ഇങ്ങനെ ഈ ഹോർമോണുകൾക്ക് വ്യത്യസ്ത തരം ഫങ്ഷൻ ഉണ്ട്. ഓരോ ഹോർമോണും ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നു. നമുക്കറിയാം ഈ ഹോർമോൺ എന്ന് പറയുന്നത് ബ്ലഡിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് ബ്ലഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഓരോ ഹോർമോണിനും ഓരോ ടിഷ്യൂസിലാണ് ആക്ട് ചെയ്യാനായിട്ടുള്ളത്. അതിന് ഓരോന്നിനും ഓരോ ടാർഗറ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ ടാർഗറ്റ് സെല്ലുകൾ ഉണ്ടാവും അല്ലെ? അതിൽ പോയിട്ട് വേണം ഇവ ആക്ട് ചെയ്യാൻ. പക്ഷെ അതെങ്ങനെയാണ് കൃത്യമായിട്ട് ഈ ടാർഗറ്റ് സെല്ലിലേക്ക് തന്നെ അല്ലെങ്കിൽ ടാർഗറ്റ് ടിഷ്യൂവിൽ തന്നെ പോയി ആക്ട് ചെയ്യുന്നത്? അതിന് സഹായിക്കുന്ന പ്രത്യേകതരം പ്രോട്ടീൻസ് ഉണ്ട്. അതിന് നമ്മൾ ഹോർമോൺ റിസപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഹോർമോൺ റിസപ്റ്ററിൽ പോയിട്ട് ഈ ഹോർമോൺ ബൈൻഡ് ചെയ്യുന്നു. ഈ ഹോർമോണും ഹോർമോൺ റിസപ്റ്ററും തമ്മിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോ ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. ഈ സെല്ലില് ഒരു പെർട്ടിക്കുലർ ഹോർമോൺ വന്ന് ആക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് അതിന്റെ റിസപ്റ്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റിസപ്റ്ററിൽ വന്ന് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹോർമോൺ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഈ ഹോർമോണിന് അതിന്റെ റിസപ്റ്ററിൽ മാത്രമേ പോയി ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നു? ആ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. ഈ ഹോർമോൺ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സെൽ മെംബ്രെയിനിൽ തന്നെ കാണുന്നതാവാം. നമ്മളിപ്പോ വരച്ചിരിക്കുന്ന ഒരു സെൽ മെംബ്രെയിനിലുള്ള റിസപ്റ്റർ ആണ്. സെല്ലിന്റെ മെംബ്രെയിൻ ആണ് ഈ കാണുന്നത്. അതിലുള്ള ഒരു റിസപ്റ്റർ ആണ് നമ്മളിപ്പോ വരച്ചത്. ഇനി ചിലപ്പോൾ സെല്ലിനകത്തായിരിക്കാം ഈ റിസപ്റ്റർ കാണപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഒരു റിസപ്റ്റർ എന്ന് വിചാരിക്കുക. ഇത് സെല്ലിനകത്ത് കാണപ്പെടുന്ന റിസപ്റ്റർ ആണ് അല്ലെ? അപ്പോ ഒരു ഹോർമോൺ വരുന്നുണ്ട്. ഈ ഹോർമോൺ വന്ന് ഈ റിസപ്റ്ററുമായിട്ട് കൂടിച്ചേരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഹോർമോൺ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഹോർമോൺ മാത്രമേ അതിൽ വന്ന് ബൈൻഡ് ചെയ്യുകയുള്ളൂ. ഓരോന്നിനും കൃത്യമായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും, സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു സെല്ലിനകത്തും ഈ റിസപ്റ്റേഴ്സ് കാണപ്പെടാമെന്ന്. ഈ സെല്ലിനകത്ത് കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ് ആണ് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ്. മെംബ്രെയിനിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ് ആണ് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ്. അപ്പോ ടാർഗറ്റ് സെല്ലിന്റെ മെംബ്രെയിനിൽ കാണപ്പെടുന്നതാണ് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ്. ടാർഗറ്റ് സെല്ലിനകത്ത് അത് കൂടുതലും ന്യൂക്ലിയസിനകത്തായിരിക്കും കാണപ്പെടുക. ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ സെല്ലിനകത്ത് കാണപ്പെടുന്നതാണ് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്. അത് തന്നെ കൂടുതലായും എവിടെ കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനകത്താണ് കാണപ്പെടുന്നത്. അതിനെ നമ്മൾ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹോർമോൺ വരുന്നു. ഇപ്പോ ഇതാണ് ഹോർമോൺ എന്ന് വിചാരിക്കുക. ഈ വരുന്ന ഹോർമോണിനെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിസപ്റ്റർ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഹോർമോണും റിസപ്റ്ററും തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു. ഹോർമോൺ വന്ന് റിസപ്റ്ററിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ റിസപ്റ്ററുമായിട്ട് കൂടിച്ചേരുന്നു. അപ്പൊ അവിടെ എന്തുണ്ടാവുന്നുണ്ടെന്ന് അറിയോ? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഉണ്ടാവുന്നത്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അപ്പോൾ ഹോർമോണും
ഈ ഹോർമോൺ റിസപ്റ്ററുമായിട്ട് ആദ്യം കൂടിച്ചേരുന്നു, എന്നിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് അവിടെ ഉണ്ടാവുന്നു. ഓരോ റിസപ്റ്ററും സ്പെസിഫിക് ആണ്, അതായത് അതിന്റെ ഹോർമോണിന് മാത്രമേ അതുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോ ഇതൊരു റിസപ്റ്റർ ആണെന്ന് വിചാരിക്കുക, ഇത് മറ്റൊരു റിസപ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോ ഇങ്ങനെ ഷേപ്പിലുള്ള ഒരു ഹോർമോൺ ആണ് വരുന്നത് എങ്കിൽ അതിന് ഇതിൽ മാത്രമേ ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ, ഈ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഓരോ ഹോർമോണിനും സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഹോർമോൺ അതിന്റെ റിസപ്റ്ററുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ആ ടാർഗറ്റ് ടിഷ്യൂല് ചില ബയോകെമിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നു. ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ച് ടിഷ്യൂ മെറ്റബോളിസത്തിലും അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ ഹോർമോണുകളും ഓരോ സെല്ലിൽ അല്ലെങ്കിൽ ഓരോ ടാർഗറ്റ് ടിഷ്യൂല് അതിന്റെ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫങ്ഷൻ എന്താണോ ആ മാറ്റം ആ ഒരു പെർട്ടിക്കുലർ സെല്ലിൽ അല്ലെങ്കിൽ ടിഷ്യൂല് ഉണ്ടാവുന്നു. അതിന് കാരണം ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോർമേഷൻ ആണ്. ഇനി നമുക്ക് ഹോർമോണുകളുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. കെമിക്കൽ നേച്ചർ അനുസരിച്ച് ഹോർമോണുകളെ നമുക്ക് വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിക്കാം. ആദ്യത്തേത് നോക്കൂ, പെപ്റ്റൈഡ് ഹോർമോൺസ്, പോളിപെപ്റ്റൈഡ് ഹോർമോൺസ്, പ്രോട്ടീൻ ഹോർമോൺസ്, ഇവയെല്ലാം വരുന്നതാണ്. പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഹോർമോൺസ് ഇവയെല്ലാം വരുന്ന ഒരു കാറ്റഗറി. അതില് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ഹൈപ്പോതലാമിക് ഹോർമോൺസ് ഒക്കെ ഉൾപ്പെടുന്നു. ഇനി അടുത്താണ് സ്റ്റിറോയിഡ്സ്. സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ് കോർട്ടിസോൾ, ടെസ്റ്റോസ്റ്റിറോൺ, എസ്ട്രാഡിയോൾ, പ്രൊജസ്റ്ററോൺ ഒക്കെ. പിന്നെ അയഡോ തൈറോണിൻസ് വരുന്നുണ്ട്. തൈറോയിഡ് ഹോർമോൺസ് ആണ് അയഡോ തൈറോണിൻസിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സിന് എക്സാമ്പിൾ ആണ് എപ്പിനെഫ്രിൻ. അങ്ങനെ നമുക്ക് കെമിക്കൽ നേച്ചർ അനുസരിച്ച് വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി ഈ ഹോർമോണുകളെ തിരിക്കാം. പെപ്റ്റൈഡ് ഹോർമോൺസ്, പോളിപെപ്റ്റൈഡ് ഹോർമോൺസ് ഓർ പ്രോട്ടീൻ ഹോർമോൺസ് ഒരു കാറ്റഗറി, ദെൻ സ്റ്റിറോയിഡ് ഹോർമോൺസ് വരുന്നു, ദെൻ അയഡോ തൈറോണിൻസ് വരുന്നു, പിന്നെ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് വരുന്നു. ഇനി നമ്മൾ ഈ ഹോർമോൺ എങ്ങനെയാണ് ആ ഒരു സെല്ലിലെ ഫങ്ഷൻസിനെ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ പ്രോസസ്സുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണെങ്കിൽ അവ ആ ടാർഗറ്റ് സെല്ലിന് അകത്തേക്ക് പോവില്ല. ഇപ്പോ ഇത് മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കുക, ഹോർമോൺ വരുന്നു, ഈ ഹോർമോൺ ഈ മെംബ്രെയിനിലുള്ള റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, റിസപ്റ്റർ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് അവിടെ ഉണ്ടാവുന്നു. ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നില്ല, ഈ സെല്ലിനകത്തേക്ക് പോകുന്നില്ല. അവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി കഴിയുമ്പോൾ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാവുന്നു. ആ സെല്ലിലെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ മാറ്റം സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത് സൈക്ലിക് AMP ആവാം, അല്ലെങ്കിൽ IP3 ആവാം, അല്ലെങ്കിൽ കാൽസ്യം അയോൺസ് ഒക്കെ ആവാം. അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് അവിടെ ഉണ്ടാവുന്നു. ഈ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ് പോയിട്ട് സെല്ലുലാർ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഹോർമോണുകൾ നേരിട്ട് സെല്ലിനകത്തേക്ക് പോവാതെ റിസപ്റ്ററുമായി ബൈൻഡ് ചെയ്ത് കോംപ്ലക്സ് ഉണ്ടായതിനു ശേഷം അവിടെ ഉണ്ടാവുന്ന ആ ഒരു മാറ്റം സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാവാൻ കാരണമാവുകയും ഈ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് പോയിട്ട് സെല്ലുലാർ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇനി ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണെന്ന് വിചാരിക്കുക. സ്റ്റിറോയിഡ് ഹോർമോൺസ്, അതുപോലെ തന്നെ അയഡോ തൈറോണിൻസ് ഒക്കെ ഇത്തരത്തിൽ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സുമായിട്ട് പോയി ബൈൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഹോർമോണുകളാണ്. ഇങ്ങനെയുള്ള ഹോർമോണുകൾ ജീൻ എക്സ്പ്രഷനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ജീനിനെ അല്ലെങ്കിൽ ക്രോമസോം ഫംഗ്ഷനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോ ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി കഴിയുമ്പോൾ ഇത് ജീനോമുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ജീൻ എക്സ്പ്രഷനെ അല്ലെങ്കിൽ ക്രോമസോം ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇത് എങ്ങനെ സംഭവിക്കുകയാണെങ്കിലും നെറ്റ് ആയിട്ട് വരുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ബയോകെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഈ ബയോകെമിക്കൽ ചേഞ്ചസ് ആ ഒരു സെല്ലിനകത്തെ ഫിസിയോളജിക്കൽ അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ പ്രോസസ്സുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് ആദ്യം മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഹോർമോണുകളെ കുറിച്ച് പറയാം. അപ്പോൾ ഒരു ഹോർമോൺ ഇപ്പൊ FSH ആണെന്ന് വിചാരിക്കുക, ഇത് ഒവേറിയൻ സെൽ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഹോർമോൺ വന്ന് അതിന്റെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കി. അപ്പൊ അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടായി അല്ലേ? ആ ഒരു അവിടെ ഈ ഹോർമോൺ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും. ആ ഒരു റെസ്പോൺസ് സെക്കൻഡ് മെസ്സഞ്ചറിന്റെ ജനറേഷന് കാരണമാവുന്നു. ആ ഒരു കോംപ്ലക്സിന്റെ ഫോർമേഷന്റെ ഫലമായി അവിടെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാവുന്നു. സൈക്ലിക് AMP ആവാം, അല്ലെങ്കിൽ കാൽസ്യം അയോൺസ് ആവാം. ഈ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ബയോകെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നു. ഈ ബയോകെമിക്കൽ ചേഞ്ചസ് ആണ് ഫിസിയോളജിക്കൽ റെസ്പോൺസിന് കാരണം. ഇപ്പൊ ഒവേറിയൻ ഗ്രോത്ത് ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നു ഈ ചേഞ്ച്. അപ്പോൾ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി, അതൊരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ആ റെസ്പോൺസിന്റെ ഫലമായി അവിടെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് പോയിട്ട് ബയോകെമിക്കൽ പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുന്നു. ഈ ബയോകെമിക്കൽ പ്രോസസ്സിൽ ഉണ്ടാവുന്ന മാറ്റം അവിടുത്തെ ഫിസിയോളജിക്കൽ റെസ്പോൺസിനെയും മാറ്റുന്നു അല്ലെ, ഫിസിയോളജിക്കൽ റെസ്പോൺസിന് കാരണമാവുന്നു. അങ്ങനെയാണ് ഈ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഹോർമോണുകൾ ആക്ട് ചെയ്യുന്നത്. ഇനി സെല്ലിനകത്ത്, അതായത് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ് ആണ് എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കുന്നു? ഹോർമോൺ ഡയറക്റ്റ് ആയിട്ട് സെല്ലിനകത്തേക്ക് വരുന്നു. ഹോർമോൺ സെല്ലിനകത്തേക്ക് വരുന്നു. എന്നിട്ട് എവിടെയാണോ റിസപ്റ്റർ ഉള്ളത്, ഇവിടെ ന്യൂക്ലിയർ റിസപ്റ്റർ ആണ്, ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ ന്യൂക്ലിയസിനകത്തുള്ള ഹോർമോൺ റിസപ്റ്ററിലേക്ക് പോയിട്ട് ഈ ഹോർമോൺ ബൈൻഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി അല്ലെ? ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആരുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്? ജീനോമുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോ ഈ ജീനോം എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ടൈപ്പ് പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്നു ആദ്യം. ഈ മെസ്സഞ്ചർ mRNA-യിലുള്ള മെസ്സേജിനനുസരിച്ച് അവിടെ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോ ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് പോയിട്ട് ഈ ജീനോമുമായി ഇന്ററാക്ട് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് അവിടെ സെർട്ടിൻ പ്രോട്ടീനുകൾ ഉണ്ടാവുന്നു. ഈ പ്രോട്ടീനുകൾ ടിഷ്യൂ ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ പോലെയുള്ള ഫിസിയോളജിക്കൽ പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഹോർമോണുകളെ കുറിച്ചാണ്. നമ്മൾ ആദ്യം സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഹോർമോൺ തന്നെ സെല്ലിനകത്തേക്ക് വന്ന് ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്? ജീനോമുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും അവിടുത്തെ ബയോകെമിക്കൽ പ്രോസസ്സുകളിലെ ആദ്യം ഇത് കൺട്രോൾ ചെയ്യുന്നു. ദെൻ അതിനുശേഷം ആസ് എ റിസൾട്ട് അവിടുത്തെ ഫിസിയോളജിക്കൽ റെസ്പോൺസുകൾ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നു. അങ്ങനെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബയോ അബോർഡ് എന്ന ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.